Good morning, dear children. Good morning, Miss. Good morning. How are you? Good morning, Miss. നമ്മൾ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി അല്ലേ? കുറേ ദിവസമായി അല്ലേ? കഴിഞ്ഞ ആഴ്ച അവധിയായിരുന്നു. അപ്പോ നമുക്ക് കുറെ ലെറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നമ്മൾ എവിടെ വരെ പഠിച്ചു? മ്യൂട്ട് ആക്കണോ നിങ്ങളെ? ഓക്കെ. All of you take your textbook. Shahal, please unmute. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ നമ്മൾ പഠിച്ചു? ഏത് ലെറ്റർ വരെ പഠിച്ചു? വേർഡ്സ് പറയുന്നത് ഇവിടെ വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങളില് പ ഫ ബ ഫ മ. അതില് പാസെ പഠിച്ചു, ഫ സെ പർസ, ഫ സെ പൽ, ഫ സെ ഫൂൽ വരെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ലെറ്റർ ബ. All of you say ba. Soft ആയിട്ട് പറഞ്ഞാൽ മതി. ബ എന്ന്. ബ. ബ സെ ബസ്. ബ സെ ബസ്. ബ സെ ബദക്. ബ സെ ബക്കരി. Once more. Which is the letter? Ba. Ba se bus. Ba se badak. Ba se bakari. എന്താ ബസ് എന്ന് പറഞ്ഞാല്? പിക്ചർ കാണുമ്പോൾ നമുക്ക് അറിയാം അല്ലേ? ബസ് എന്ന് പറഞ്ഞാൽ നമ്മള് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് അല്ലേ? ബസ്സിൽ യാത്ര ചെയ്യാറില്ലേ? ഇഷ്ടമാണോ നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ? ഓക്കെ. ബാസെ ബദക്ക്. എന്താണ് ബദക്ക് എന്ന് പറഞ്ഞാല്? ഡക്ക്, താറാവിനെയാണ് നമ്മൾ ബദക്ക് എന്ന് പറയാം. ബാസെ ബക്കരി. ബക്കരി മീൻസ് ഗോട്ട്. നമ്മുടെ ഷാഹല് ഗോട്ടിനെയൊക്കെ എടുത്തിട്ടുള്ള പിക്ചർ ഉണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടിട്ട് ഉണ്ടായിരുന്നു. ബാസെ ബസ്, ബാസെ ബദക്, ബാസെ ബക്കരി. Once more. All of you say loudly. Base bus. Base badak. Base bakari. Okay. So bye എങ്ങനെ എഴുതും? എങ്ങനെ നമ്മൾ bye എഴുതുക? Listen. എങ്ങനെയാ നോക്കിയേ? മിസ് ഇവിടെ ഈ കാർഡ്ബോർഡില് ലെറ്റർ എഴുതി കാണുന്നുണ്ടോ? All of you listen. ഫസ്റ്റ് നമ്മള് ഇങ്ങനെ വരയ്ക്കുന്നു. രണ്ടാമത് അങ്ങനെ വരച്ചതിന്റെ മുകളിലോട്ട് വരുന്നു. അതേപോലെ താഴോട്ട് വരുന്നു. എന്നിട്ട് അതിന്റെ നടുക്കൂടെ ഒരു വര വരയ്ക്കുന്നു. ചെരിഞ്ഞിട്ടൊരു വര. ഇതാണ് ബ. കണ്ടോ? എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്കിയേ. ഇങ്ങനെ വരച്ചു, മുകളിലോട്ട് വരച്ചു, അതേപോലെ താഴോട്ട് വന്നു, നടുക്കൊരു ചെരിഞ്ഞിട്ടൊരു വര കൊടുക്കും. ഇതാണ് ബ. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഹിന്ദിയില് ഇതാണ് ലെറ്റർ ബ. അപ്പൊ നിങ്ങൾ ഇങ്ങനെയായിരിക്കണം എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത്. മിസ് എങ്ങനെയാണോ കാണിച്ചു തന്നത് അതുപോലെ റഫ് ആയിട്ടൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് അക്ഷരദീപത്തിൽ നമ്മൾ അതേപോലെ തന്നെ എഴുതുക. അതായത് ഫസ്റ്റ് 1 വരച്ചിട്ട് 0 എഴുതി അങ്ങനെയൊന്നും എഴുതരുത്. അതിന് അതിൻ്റെതായ ലിപിയുണ്ട്.
നമ്മൾ അക്ഷരദീപത്തിൽ നോക്കിക്കോ, ഓരോ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടാവും. 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ആരോ മാർക്ക് ഇട്ട് തന്നിട്ടുണ്ടാവും. അതുപോലെ വരണം നമ്മള്. അപ്പൊ നമ്മള് ഒരു ലെറ്റർ പഠിച്ചു അല്ലേ? ബാസെ ബസ്, ബാസെ ബദക്, ബാസെ ബക്കരി. നെക്സ്റ്റ് ലെറ്റർ നോക്കിയേ. പ ഫ ബ ഫ. ഈ ലെറ്റർ പറയുമ്പോൾ നല്ല ഉറപ്പിച്ച് പറയണം, കുറച്ച് ഹാർഡ് ആയിട്ട് പറയണം. എങ്ങനെയാണ്? ഫ ഫ. ഇഷാനി എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഇഷാനി പ്ലീസ് അൺമ്യൂട്ട്. ഏത് ലെറ്റർ ആണ് ഇപ്പൊ പറഞ്ഞത്? ഫ. ഫ ഉറപ്പിച്ച് പറഞ്ഞേ. ഫ. ഓക്കെ മോളെ ഇഷാനി, ഇപ്പൊ ബാസെ ബസ്, ബദക്, ബക്കരി നമ്മൾ പഠിച്ചു. ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? ബാസെ ബസ്, ബാസെ ബദക്, ബാസെ ബക്കരി. വെരി ഗുഡ്, വെരി ഗുഡ്. ഏഡൻ തോമസ്. ബാസെ ബസ്, ബാസെ ബദക്, ബാസെ ബക്കരി. ഓക്കെ വെരി ഗുഡ്. ഇപ്പൊ നമ്മളത് വായിക്കാൻ പഠിച്ചിട്ട് എല്ലാവരെ കൊണ്ട് വായിപ്പിക്കാം. നമ്മൾ അടുത്ത 2 ലെറ്റർ കൂടെ നമ്മൾ ഇന്ന് പഠിക്കണം. ഇപ്പൊ ഒരു ലെറ്റർ കൂടെ പഠിക്കുകയാണ് ഈ പീരീഡ്. ഫ. ഉറപ്പിച്ച് പറഞ്ഞേ. ഫ. ഫ സെ ഭഗത്, ഫ സെ ഭാലു, ഫ സെ ഭവൻ. വൺസ് മോർ. ഫ സെ ഭഗത്, ഫ സെ ഭാലു, ഫ സെ ഭവൻ. ഫാസെ ഭഗത്ത്. എന്താണ് ഭഗത്ത് എന്ന് പറഞ്ഞാല്? നമ്മള് സന്യാസി എന്നൊക്കെ പറയുന്നില്ലേ? പ്രാർത്ഥിക്കുന്ന ആളെ, ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളെ, നമ്മള് എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആളെയാണ് നമ്മൾ ഭഗത്ത് എന്ന് പറയാം. ഈശ്വര ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ആള്, ദൈവത്തിനെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് എന്തെങ്കിലും നമ്മള് കാര്യം സാധിക്കാനൊക്കെ വേണ്ടി നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നില്ലേ? പണ്ട് കാലത്തൊക്കെ മഹർഷിമാരൊക്കെ ഇങ്ങനെ ഓരോ വരം നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താണ് വ്രതം എടുക്കും അല്ലെ? കുറേ നാള് ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സന്യാസിമാരങ്ങനെയല്ലേ? ഗുഹയ്ക്കുള്ളിൽ തപസ്സിരിക്കുന്നൊക്കെ പറയുന്നില്ലേ? അപ്പം ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അപ്പം ഭഗത്ത് എന്ന് പറഞ്ഞ സന്യാസി. നെക്സ്റ്റ് ഫാസെ ഭാലു. ആരാണ് ഭാലു? ബിയർ ആണല്ലേ, കരടി. ഫാസെ ഭവൻ. ഭവൻ എന്ന് പറഞ്ഞാല് ഹൗസ്, ഭവനം, വീടെന്ന് പറയുന്നില്ലേ? അതാണ് ഭവൻ. ലിസൺ. ബാസെ ബസ്, ബാസെ ബദക്, ബാസെ ബക്കരി. ഫാസെ ഭഗത്, ഫാസെ ഭാലു, ഫാസെ ഭവൻ. രണ്ടാമത്തെ ലെറ്ററിന്റെ വേർഡ്സ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫാസെ ഭഗത്, ഫാസെ ഭാലു, ഫാസെ ഭവൻ. അപ്പോൾ നമ്മൾക്ക് ഫ എങ്ങനെ എഴുതാൻ പറ്റും? അതോടെ മിസ് കാണിച്ചു തരാം. ലിസൺ. ഫസ്റ്റ് നമ്മൾ എങ്ങനെ എഴുതി നോക്കിയോ? ഇങ്ങനെ അകത്തുകൂടെ വരച്ച്, കണ്ടോ? ഇതേപോലെ എഴുതിയെടുത്തോ നിങ്ങള്. ഫസ്റ്റ് നമ്മള് ഇവിടെ തുടങ്ങുന്നു. അഭിനവ് എഴുതിയെടുത്തോ? അപ്പോ ഇതാണ് മുകളിലോട്ട് വരച്ചു താഴെ. എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക? ഇവിടെ നോക്കിയോ, ഇതിന്റെ അകത്തൂടെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഇതേപോലെ വരച്ചാൽ നമുക്ക് ഈസിയാണ്. മുകളിലോട്ട് വരച്ചു, അതേപോലെ താഴോട്ട് വരച്ചു. ഇതാണ് ഫ. ഉണ്ടോ? ഇതാണ് ലിപി. ഓക്കെ. ഇപ്പൊ നമ്മള് ഈ പീരീഡ് 2 ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ, ഫ.
റിയാൻ പ്ലീസ് അൺമ്യൂട്ട്. റീഡിംഗ് ടൈം ആണ്. പേജ് നമ്പർ 8. बकरी भगत भगत से भालू से भवन. वेरी गुड, वेरी गुड. വൈഗ അപ്പോൾ എന്ത് ചെയ്യണം റിയാൻ? റിയാൻ ഇപ്പം വായിക്കുന്നവര്, ഇപ്പൊ മിസ് വിളിച്ച് വായിക്കുന്നവര് അവിടെ ഇരുന്ന് അക്ഷരരൂപത്തില് ഒന്ന് അതിന്റെ മുകളിലൂടെ എഴുതി തുടങ്ങണം പെൻസിൽ കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴേക്കും നമുക്ക് ഒരു ലെറ്റർ എഴുതി തരണം. വൈഗ സ്റ്റാർട്ട്. Very good, very good, very good, very very good. Next, ഷഹൽ. ഷഹലിന് ഞാനല്ലേ ലാസ്റ്റ് മറന്നു പോകും. बकरी बकल भालू ഭവൻ. बबल. Good. എഡൻ തോമസ് വായിച്ചോ? ഇല്ല. എഡൻ, ഞാനിവിടെ എൻ്റെ മുമ്പില് കാണുന്ന ഫസ്റ്റ് ആയവരെയാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ വായിച്ചു കേട്ടില്ലോ? ഭാസെ ഭഗത്, भासे भगत, भासे भालू, भासे भवन. വെരി ഗുഡ്. ഉമർ ജാഫർ, അക്ഷരദീപത്തിൽ നമുക്ക് അതിന്റെ ഡോട്ട് ഇട്ടതിന്റെ മുകളിലൂടെ എഴുതാനില്ലേ? അവിടെ എഴുതി തുടങ്ങിക്കോ നിങ്ങള്. ഉമർ ജാഫർ. എന്താണ് വായിക്കാത്തത്? വെരി ഗുഡ്, വെരി ഗുഡ്. ഏഡൻ ജെ മാത്യു. ഏദൻ. भासे बस, भासे बतख, भासे बकरी, भासे पवन, भासे भालू, भासे पवन, भगत. ആദിയ. भासे बस, भासे पतंग, भासे पंतरी, भासे भगत, भासे अपारो, भासे भवन. വെരി ഗുഡ്. നിതാശ. भासे बास, भासे बरस, बदक, भासे बकरी, भासे भगत, भासे भालू, भासे भवन. ഭവൻ. നല്ല ഉറപ്പിൽ പറയണം കേട്ടോ. ഭവൻ. ഇവാന. ഇവാന ബിജു. भासे बस, भासे बकरी, भासे बकरी, भासे गात, ഭാസെ ഭഗത്താണ് കേട്ടോ. भासे भालू,
ഭവൻ. ഓക്കെ. ആദിഷ്? ആദിഷ്? बासे बस बासे बदक बासे बकरी बासे भगत बासे बालू बासे ഭവൻ भवन വെരി ഗുഡ്. ഫാത്തിമ ജാബിർ? ഫാത്തിമ? बासे बस बासे बतख बासे बकरी बा भा बासे भगत बासे बालू बासे भवन വെരി ഗുഡ്. മുഹമ്മദ് ഷാസിൽ? बासे बास बासे बदक बासे बकरी बासे बासे ഭഗത്? बतख ഫാസെ ഭാലു? बदक बासे बालू बासे ഭവൻ. भवन വെരി ഗുഡ്. വിദ്യുത് റാം? बासे बस बासे बदक ബദക്ക്? बकरी ഉറക്ക വായിക്കും. बासे बासे बालू बासे भवन അതെ, ബാലുവിന്റെ മുമ്പിലുള്ള വായിച്ചില്ല. ബാലുവിന്റെ ഇവിടെ കാണുന്ന എന്താ ഫസ്റ്റ് വേർഡ് എന്താണ്? ഫാസെ भगत ഭഗത്ത്. കേട്ടില്ല കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ആയിഷ മന? അപ്പോൾ വായിച്ചവരൊക്കെ കേട്ടോ, എഴുതോ? बासे बतख बासे बकरी बासे भगत बासे बालू बासे भवन വെരി ഗുഡ്. അഭിനവ്? बाजे बेस बाजे बरट आजे बटरी आजे पा ഭഗത്ത് पक ഭഗത് पड़ट ബാലു बाजे बालू ഭവൻ बाजे भवन പാപ്പൻ फलन പാപ്പാണോ അല്ല പവൻ. भवन അഭിനവേ, ബസ് ഇഷ്ടമാണോ? ബസ് ഇഷ്ടമാണോന്ന് ബസ് ഇഷ്ടമാണോന്ന് ബസ് ഇഷ്ടമാണോന്ന് ചോദിക്കുന്നേ. ഈ ബസ് അഭിനവിന് വേണോന്ന്. ഇഷ്ടമാണ്. ബസ്സിൽ പോവാറുണ്ടോ അഭിനവ്? ബസ്സിൽ പോകാറില്ലെന്ന് പറ. ഇല്ലെന്ന് പറ. ഇല്ല പിന്നെ അമ്മ എവിടെ പോയി? അമ്മയുണ്ടെന്ന് പറ. അമ്മ ഇവിടെയുണ്ട്. അമ്മയാണോ കൂടെ ഉള്ളത്? എനിക്ക് അഭിനവിന്റെ വീഡിയോ ഓണല്ല, അതുകൊണ്ട് കാണുന്നില്ല. ഓണാണല്ലോ മിസ്സേ. അതെയോ? അവിടെ കാണുന്നില്ല എന്നാല്. ഓക്കെ, വെരി ഗുഡ്. ആദിശ്രീ വായിച്ചോ? ഇപ്പൊ അഭിനവ് बासे बस बासे बतख बदक बासे बकरी बासे भगत बासे बालू बासे भवन അവൻ. വെരി ഗുഡ്. അൻവിത? बासे बदक കരച്ചിലാണോ? बासे बदक ഉം. बदक
बगल बकरी बा से भगत बा से बालू बा से बवन നല്ലതാണല്ലോ. എന്ത് പറ്റി അൻവിത? കരയുവാണോ? അൺമ്യൂട്ട് ചെയ്തേ, കേൾക്കട്ടെ വിശേഷം. എന്ത് പറ്റി? ഓ, ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്തിനാ അമ്മ ഇങ്ങനെ നുള്ളുന്നത്? എന്തിനാ അൻവിത? കാര്യം പറഞ്ഞേ കേൾക്കട്ടെ, നമുക്ക് സാറിനോട് പറഞ്ഞു കൊടുക്ക. എന്തിനാ മോളെ? എന്താ കാര്യം പറഞ്ഞേ കേൾക്കട്ടെ. കഴിഞ്ഞ ദിവസം നിതാശയായിരുന്നു. എന്ത് കാര്യത്തിലായിരുന്നു അൻവിത? വായിച്ചല്ലോ നന്നായിട്ട്. അൻവിതയുടെ അമ്മേനെ ഞാൻ കാണുന്നുണ്ട്. എപ്പൊ നോക്കുമ്പോ കുഞ്ഞിനെ കരയിക്കാനേ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കേ, ഇനി ആരാണ്? ലുബാബ. बासे बास बासे ബസ്. बदक बासे बकरी बासे ഭഗത്. बवन ഭഗത്. बकत बासे बालू बासे ഭവൻ. बवन ഓക്കെ, ഇനി ആരാണ് വായിക്കത്ത്? ഫാത്തിമ മെഹ്റിൻ. ഫാത്തിമ മെഹ്റിൻ. ഐവിൻ ജോസഫ് ഉണ്ട്. മഹിമ മെഹഫൂസ്. बासे बस बासे बतख बासे बकरी बासे बगत बासे बालू बासे बवन ഗുഡ്, വെരി ഗുഡ്. മെഹഫൂസ് അലി. മെഹഫൂസ്, പ്ലീസ് അൺമ്യൂട്ട്. മെഹഫൂസ്. നോ റിപ്ലൈ. ഐവിൻ ജോസഫ്. ഐവിൻ പോയോ? ഇഷാനി ഷാനോ. बासे बस बासे बदक बासे बकरी ഫാസെ ഭഗത്. बासे बदक बासे बालू बासे बबन വെരി ഗുഡ്. ഐവിൻ, ഐവിൻ മ്യൂട്ട് ആയിട്ടുണ്ടല്ലോ ഇപ്പൊ. ആദ്യേ അൺമ്യൂട്ട് ചെയ്തേ. ഐവിൻ അൺമ്യൂട്ട് ആവുന്നില്ലേ? ട്രൈ അഗൈൻ. ഓക്കെ. बासे बड़ बस बासे बड़क बासे बकरी बासे बड़क बासे बालू बासे बवन വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യം വായിച്ചില്ല മോളെ, വായിച്ചു. ഇനി മഹിമ. മഹിമ. बासे बस बासे ബദക്. बतख ബാസെ ബക്കരി. बासे बकरी बासे ഭഗത്. बासे बगत സെ बासे
Base Balu. Base Pavan. വെരി ഗുഡ് വെരി ഗുഡ്. മഹിമ മഹിമ Yes, madam. ഓ ഇന്ന് വെരി ഗുഡ് ആണ് കേട്ടോ. നല്ല മോളായിട്ടാണല്ലോ. ക്യാൻ യു സിംഗ് എ സോങ്? മഹിമ കുട്ടിയെ ഒരു സോങ് പാടാൻ പറ്റുമോ? അല്ലെ ഒരു സ്റ്റോറി പറയാൻ പറ്റുമോ? എന്താണ് എന്താണ് മഹിമ ചെയ്യുന്നത്? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മോളുടെ ഒരു പാട്ട് പാടുന്നത് കേട്ടിട്ടില്ല. പാടിത്തരുവോ? Twinkle, twinkle, little star, how I wonder what you are. Up above the like a star, like a diamond in the sky. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി വെരി ഗുഡ്. ഗിവ് ക്ലാപ്പ്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഓവർ ആയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇനി വായിക്കാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? മിസ് വിട്ടുപോയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല അല്ലെ? എല്ലാരും തന്നെ വായിച്ചു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മിസ്സിന് വോയിസ് ചെയ്യാം. ഇനി നമ്മുടെ വിദ്യുത് രാമ ഒരു സ്റ്റോറി പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. വിദ്യുത്തിന് ഇഷ്ടമുള്ള സ്റ്റോറി പറയാം. നിങ്ങൾ ഇനി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് പറയാം അല്ലേ? അല്ലെങ്കിൽ ഷഹല് പറയും. ഷഹല് പോയ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ പറയാം. നിങ്ങൾക്ക് ഇനി ഒരു 10 മിനിറ്റ് ടൈം ഉണ്ട്. വിദ്യു വിദ്യുത്ത് വായിച്ചതല്ലേ? അതെ. ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ബുക്കൊക്കെ അടച്ചു വെച്ചോ. നമ്മുടെ ടൈം പഠിക്കുന്ന ടൈം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ വിദ്യുത്തിനോട് ഒരു സ്റ്റോറി പറയാനാണ്, ഒരു കഥ പറഞ്ഞു തരാനാണ് പറഞ്ഞത്. പറ്റുമോ? ഇല്ല, എപ്പോഴും നോന്നാ പറയുന്ന വിദ്യുത്ത്. അതെന്താ അങ്ങനെ? അടുത്ത ആഴ്ച പറയാം. അടുത്ത ആഴ്ച റെഡി ആയിട്ട് വരുമോ? ഓക്കെ, ഷഹൽ റെഡി ആയിട്ടുണ്ട്. ഷഹൽ, പണ്ട് പണ്ട് പാട്ടില്ലേ, ഒരു പാട്ടുകാരനു ഒരു മാനു ഒരു കാക്കയും ഒരു എലിയും താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടുകാരൻ ആ മാനിനെ വലയും കൊണ്ട് പിടിക്കാൻ നോക്കി. അപ്പൊ ആ വല ആ മാനിന്റെ അടുത്ത് കൊണ്ടുപോയി. കാക്ക ആ എലിന്റെ വല കൊത്തി മേടിച്ചു കൊണ്ടുപോയി. വല മുറിച്ച് മാന് രക്ഷപ്പെട്ടു. അതാ പറയുന്നത് ചെന്നാൽ ഞങ്ങളെ കണ്ണാടി വേണ്ട. വെരി ഗുഡ് സ്റ്റോറി. ഇനി ആരാണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റോറി പറഞ്ഞു തരുന്നത്? വികാശ. പിന്നെ ഒരു താറാവ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. താറാവെല്ലാം വിരിഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ വേറെ ദിവസം പിന്നെ ഒരു പൂച്ചയുണ്ടായിരുന്നു. ഒരു ദിവസം നടന്നു വരുന്നു. അന്നേരം അതിന്റെ മേലേന്ന് എവിടെയോ പൂച്ച നോക്കുമ്പോ അവിടെ കാണുന്നുണ്ട് ഒരു ജീവിച്ച ഡക്കിനെ. അതിനെ പോയിട്ട് പിടിക്കാൻ നോക്കി. അന്നേരം അതെല്ലാം പാഞ്ഞ് വെള്ളത്തിൽ പോയി. എന്നിട്ട് അത് വിചാരിച്ചു എങ്ങനെ പിടിക്കുക വിചാരിച്ചിട്ട് പിന്നെ പൂച്ച പോയി. അത് കഴിയുമ്പോന്ന് പിന്നെ വേറെ ദിവസം വന്നത്. അന്നേരം ആ പൂച്ച വിചാരിച്ചു എങ്ങനെ ചെയ്യുക വിചാരിച്ചു. അപ്പക്ക് ഒരു പാലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലില് വെള്ളം കുടിച്ച് കഴിയുമ്പക്കുണ്ട്. പിന്നെ നോക്കുമ്പോ പിന്നെ അവിടെ ഡക്കെല്ലാം വരുന്നു. പിന്നെ നമ്മളെ അവിടേക്ക്. അന്നേരം പൂച്ച വിചാരിച്ചു നമുക്കിപ്പം കിട്ടിയല്ലോ, വെള്ളത്തിലില്ലല്ലോ വിചാരിച്ചിട്ട് പോയിട്ട് ഒത്ത
ഞാൻ പിടിക്കാൻ കിട്ടാത്തത് ഡക്ക് ഓടിക്കളഞ്ഞു. പിന്നെ ദിവസം പൂച്ച വിചാരിച്ചു നമുക്ക് ഇന്ന് കിട്ടണ്ട, നമുക്ക് ഇങ്ങനെ തട്ടി നോക്കാ വിചാരിച്ചിട്ട് തട്ടി പോയിട്ട് നോക്കി. കഴിഞ്ഞു. നല്ല ചെറിയ ബാക്കി എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല രസമുണ്ടായിരുന്നു ദാഷയുടെ സ്റ്റോറി കേൾക്കാൻ അല്ലേ? ഗിവ് ക്ലാപ്പ്. ഇനി ആരാണ്? ആദിഷിന് പറയാനുണ്ടാവുമല്ലോ. വിദ്യത്ത് കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വിദ്യത്തിന്റെ സ്റ്റോറി റെഡി ആയിട്ടുണ്ടാവണേ. ആദിഷേ എന്താ വിശേഷമൊക്കെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? നീ എവിടെയെങ്കിലും പോയോ 2 ആഴ്ച? കല്യാണത്തിന് പോയി. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കല്യാണത്തിന് പോയിട്ട്? ബീച്ചിലെല്ലാം പോയി. ആഹാ, ഏത് ബീച്ചിലാ പോയത്? ചൂട്ടാട്ട് ബീച്ച്. എന്നിട്ട് അവിടെ തീവണ്ടിയിലെല്ലാം കയറി. കൂട്ടാട് ബീച്ചില് തീവണ്ടി ഉണ്ടായിരുന്നോ? തീവണ്ടി കയറിയോ? തീവണ്ടി എന്നാണ് നമ്മള് ട്രെയിനിന് പറയണം കേട്ടോ. നീ ട്രെയിനിൽ കയറി. ട്രെയിനിൽ കയറി അല്ലേ? എന്തുണ്ട് മോന്റെ അനുഭവം? എന്താണ് ട്രെയിനിൽ കയറിയിട്ട്? നല്ല രസം ഉണ്ടായിരുന്നോ? അല്ല ഇഷ്ടപ്പെട്ടില്ലേ? എന്താണ്? എത്ര വീലുണ്ട് ട്രെയിനിന്? എത്ര ചക്രം ഉണ്ടെന്ന് അറിയോ? ചെറുതാണ്. എന്ത്? കുറച്ച് ചെറുതാണ്. ഓ, നിങ്ങള് കളിക്കുന്ന ട്രെയിൻ ആയിരുന്നോ ബീച്ചിൽ പോയപ്പോ കണ്ടത് അല്ലേ? ആഹാ, ആരൊക്കെ? അച്ഛനും അമ്മയും ഞാനും. അച്ഛനും. വെരി ഗുഡ്, വെരി ഗുഡ്. കേട്ടോ നിങ്ങൾ കൂട്ടുകാർ? കേട്ടോ? ഇതൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ. ഇതൊക്കെയാണല്ലേ? അൻവിതയുടെ കരച്ചിൽ നിന്ന് നോക്കട്ടെ. കാന്താരിയോ? കാന്താരി അല്ലേ? വെരി ഗുഡ് അൻവിത. ഓക്കെ മോനെ, അടുത്ത ആളുടെ വിശേഷം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖന്നെ. കരച്ചിലൊക്കെ മാറിയോ? സങ്കടം മാറിയോ? മാറിയല്ലേ? ഞാനിവിടെ സാറിനോട് പറയുന്നുണ്ട് കേട്ടോ. അമ്മയുടെ കുരുത്തക്കേടൊക്കെ സാറിനോട് പറയുന്നുണ്ട്. ഓക്കെ. അൻവിത, എന്താണ്? കഥയുണ്ടോ അല്ല പാട്ടുണ്ട്? എന്താണ് കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്? ഒന്നുമില്ല, ഇന്ന് സങ്കടവാ. പോട്ടെ. ഫാത്തിമ മെഹറിൻ. ഫാത്തിമ കുട്ടിയെ പാട്ട് പാടുന്നുണ്ടോ? കഥ പറയുന്നുണ്ടോ? 1 മിനിറ്റേ ഉള്ളൂ നമുക്ക് ഇനി ടൈം. Bless me God till I pray, keep me happy night and day. Bless my mother and my father, bless my family and my friends. Very good, very good. Okay. Then all of you do the homework. See you next period. Bye bye. Bye bye. Bye bye, Miss. Thank you, Miss.